ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സൗത്ത് സോൺ ടൂർണമെൻറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ടൂർണമെൻറ്റിൻ്റെ 3-ാമത്തെ ദിവസം 22-ാം തീയതി. അപ്പോൾ ഇന്ന് 2 റൗണ്ടാണ് നടക്കാനിരിക്കുന്നത്. ഇന്നലെയും മെനയാന്നുമായിട്ട് 6 റൗണ്ടുകൾ അവസാനിച്ചു. അതിൽ നിന്ന് എനിക്ക് 3 വിന്നും ഒരു ഡ്രോയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മുടെ മുസ്തഫയാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവരൊക്കെ പോയി കാണണേ. ഇനി മുസ്തഫയ്ക്ക് എത്ര പോയിൻ്റ് കിട്ടിയെന്ന് പറഞ്ഞു കൊടുത്തേ. എനിക്ക് ആൽക്കളിയിൽ നിന്ന് 2 വിന്നും 2 ഡ്രോവുമാണ് കിട്ടിയത്. ടോട്ടൽ 3 പോയിൻ്റാണ്. അപ്പോൾ ഇന്നത്തെ 2 റൗണ്ട് ഉണ്ട്. അത് രണ്ടും ജയിച്ചാൽ എനിക്ക് 5.5യും അവന് 5 ആക്കാൻ സാധിക്കും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ആക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് ആരംഭിക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോയിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. ഇന്ന് രാവിലെ 7-8 മണിക്ക് കളി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഓക്കെ, നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത്. നടക്കുന്ന ഹാളിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇവിടെ ഈ ഡോർ ക്രോസ് ചെയ്താൽ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ ഹാളൊന്ന് കയറി നോക്കാം. ഇപ്പോൾ രാവിലെ തന്നെയാണ്, പ്ലെയേഴ്സ് ഒന്നും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാള്. അത് നല്ല രീതിയിൽ ഇവിടെ ഫുള്ള് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് മൊത്തം ചെസ് ബോർഡ്സാണ് കേട്ടോ. മൊത്തം ചെസ് ബോർഡ്സാണ്. ഇതാണ് നമ്മൾ കളിക്കുന്ന ചെസ് ബോർഡ് കേട്ടോ. ഇതിന് പ്രത്യേകതയുണ്ട്. നമുക്ക് ആ ചെസ് ബോർഡിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. നമ്മുടെ ട്രോഫി, നമ്മുടെ വിന്നേഴ്സിനെയും കാത്തിരിക്കുന്ന നമ്മുടെ ട്രോഫി. ഈ ട്രോഫി ഇന്ന് വിജയുടെ കയ്യിലേക്ക് എത്തും 2 മണിയോടുകൂടി. 2 മണിക്കാണ് നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കാനിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ടൂർണമെൻറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രോഫി കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ, അലകയുടെ കയ്യിലേക്ക്. തമിഴ്നാട് സ്വദേശിയായ മാരിമുത്തുവാണ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. ജനറൽ കാറ്റഗറി മൊത്തം തമിഴ്നാട് ടോപ്പ് 3 കൊണ്ടുപോയെങ്കിലും ജൂനിയർ കാറ്റഗറി ടോപ്പ് 10ൽ 5 പേരും നമ്മൾ കേരളക്കാരാണ് കേട്ടോ. ഇതാണ് കാഴ്ചയില്ലാത്തവർ കളിക്കാൻ ഉപയോഗിക്കുന്ന ചെസ് ബോർഡ് കേട്ടോ. എല്ലാ ചെസ് ബോർഡിലും പോലെ തന്നെ ഇതിനകത്തും 32 പീസുകളും 64 സ്ക്വയേഴ്സും തന്നെയാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണ്. ഈ ബോർഡിൽ വൈറ്റ് സ്ക്വയേഴ്സ് ഇതിലിപ്പോൾ വൈറ്റ് സ്ക്വയറാണ് ഞാൻ തൊട്ടിരിക്കുന്നത്. ഈ വൈറ്റ് സ്ക്വയർ ഈ ഒരു സ്ക്വയറിനേക്കാളും ഈ ബ്ലാക്ക് സ്ക്വയർ കേട്ടോ, ഈ ഒരു ബ്ലാക്ക് സ്ക്വയർ ഈ ഒരു വൈറ്റ് സ്ക്വയറിനേക്കാളും പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഒരു ബ്ലാക്ക് സ്ക്വയർ പൊങ്ങിയാണെങ്കിൽ ഈ വൈറ്റ് സ്ക്വയർ താന്നാണ്. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഇത് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് റൂക്കാണ്. ഈ റൂക്കിൻ്റെ സാധാ ഒരു റൂക്ക് പോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈ റൂക്കിൻ്റെ മുകളിൽ ഒരു ഡോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു വൈറ്റിൻ്റെ റൂക്കാണ്. ഈ വൈറ്റിൻ്റെ റൂക്കിൻ്റെ മുകളിൽ ഡോട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് റൂക്കാണോ ബ്ലാക്ക് റൂക്കാണോ എന്ന് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് തൊട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാം, ഓരോ സ്ക്വയറിലും ഒരു ഹോൾ വരുന്നുണ്ട്. എല്ലാ പീസിൻ്റെയും അടിയിൽ ഒരു കാലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുഴിയിലേക്ക്, ഈ ഹോളിലേക്ക് ഈ ഒരു കാല് ഇറക്കി വെക്കുന്ന സമയത്ത് കാഴ്ചയില്ലാത്തവർ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കോയിൻ വീണു പോവാതെ സുഖമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെസ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെസ് ക്ലോക്ക്. ഈ ക്ലോക്കിന് ഇവിടെ സെൻറ്ററിൽ ഒരു വര വരുന്നുണ്ട്. ഈ വരൻ്റെ ഈ ഒരു ഭാഗത്ത് ടൈം കാണാം, ഈ ഒരു ഭാഗത്തും ടൈം കാണാം. ഈ ഒരു ചെസ് ബോർഡിൻ്റെ അടുത്തായിട്ട് ഈ ഒരു ക്ലോക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെസ് ബോർഡിൻ്റെ ഈ ഭാഗത്തിരിക്കുന്ന ബ്ലാക്ക്, അപ്പോൾ ഈ ഭാഗം ബ്ലാക്കിനും ആ ഭാഗം വൈറ്റിനും എന്നുള്ള രീതിയിലാണ് ഇത് സെറ്റാക്കി വെക്കുക. ഇതിൽ കളിയുടെ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും ഈ 2 ഭാഗത്തും. എന്നിട്ടിപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ക്ലോക്ക് ഇവിടെ സ്റ്റാർട്ടാക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ആ സൈഡിൽ വൈറ്റിൻ്റെ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ ഒരു ക്ലോക്കിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ പൊങ്ങിയ രീതിയിലാണ് കാണപ്പെടുന്നത്. ശേഷം ഇവിടെ നമ്മളിത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം പോകുന്നത് നിന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു സൈഡിൽ സമയം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അവിടെ പോയി, അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ പോകുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ടൈം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതും കൂടി സെറ്റ് ചെയ്താൽ നമുക്ക് വേഗത്തിൽ കളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം കൂടി ലാഭിക്കാൻ പറ്റും.
അതായത് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൂവിന് ശേഷം നമ്മൾ ഈ ക്ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ ആ പ്രസ് ചെയ്യുന്ന സമയം വരെ നമുക്ക് എത്ര ടൈമുണ്ടോ അതിനേക്കാളും ആ ഇൻക്രിമെൻ്റ് ആഡ് ആവും. ഇൻക്രിമെൻ്റ് നമുക്ക് 30 വെക്കാം, 15 വെക്കാം, 45 ഇല്ല, 13, 15 ഒക്കെ വെക്കാം. പിന്നെ നമ്മുടെ ഈ ടൂർണമെൻറ്റിൻ്റെ ടൈം കൺട്രോൾ എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് പ്ലസ് 30 സെക്കൻഡ്സ് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ കളി തുടങ്ങുന്ന പാടെ ഞാൻ വേഗത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് 30 മിനിറ്റ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കും. വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.